ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തട്ടുകടയിലെ പഴംപൊരിയുടെ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി പഴുപ്പ് കുറഞ്ഞ ഏത്തയ്ക്കയാണ് കിട്ടിയത്. പഴുപ്പ് കൂടിയ ഏത്തയ്ക്കാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റി ആവുമേ. അപ്പം ഞാനത് 2ആയിട്ട് മുറിച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി എങ്ങനെ വേണേലും മുറിച്ച് കൊടുക്കാവുന്നതാണ്. ഇവിടെ മക്കൾക്ക് ചെറിയ പീസായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ഇഷ്ടമേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുറിച്ച് കൊടുക്കുന്നത്. നമ്മുടെ തട്ടുകടയിലേക്ക് ഏത്തയ്ക്കാപ്പഴത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. ഹോട്ടലിൽ അത്രയും ഇല്ല, പക്ഷേ തട്ടുകടയിൽ 4 മണി സമയത്തൊക്കെ നമ്മൾ വൈകുന്നേരം സമയത്തൊക്കെ കിട്ടുന്ന മേടിക്കാൻ ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഏത്തയ്ക്കാപ്പമാണ് കിട്ടുന്നത്. അപ്പോൾ അതിനാവശ്യമായ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. 1 കപ്പ് അളവിലാണ്. അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ മൈദ എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ നേർപകുതി അളവിൽ അരിപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുത്തു. എനിക്ക് ഇച്ചിരി മധുരപ്രേമി ആയതുകൊണ്ട് ഞാൻ എന്തിനും പഞ്ചസാരയാണ് മുന്നിൽ നിർത്തുന്നത്. അതുകൊണ്ട് ഞാൻ വേറെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ചിലർ പഞ്ചസാര ആഡ് ചെയ്യാതെയും ഫ്രൈ ആക്കുന്നുണ്ട്. ഞാനിവിടെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ ഒത്തിരി ലൂസായി പോവുകയും ചെയ്ത് അത്യാവശ്യം തിക്കായിട്ടൊരു ഫോമിൽ വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കാൻ. അതായത് ഈ ഒരു ലെവലിൽ നിന്ന് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എങ്കിലേ ഉള്ളൂ നമുക്ക് ഫ്രൈ ആകുമ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലേ വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ അത് കായിൽ പിടിക്കാതിരിക്കും. അപ്പോൾ ഈ ഒരു ഫോമിൽ എടുത്താലേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ട് നമുക്കത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണേ ഫ്രൈ ആക്കി എടുക്കാനേ, ഇല്ലേ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് പയ്യെ അത് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഈ രീതിയിൽ ഏത്തയ്ക്കപ്പം ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ. ഇതാണ് നമ്മുടെ തട്ടുകടയിലേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയുടെ പിന്നിലെ രഹസ്യം. മുട്ടയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ല അടിപൊളി, നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുമാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളിയാണ്. ഞാൻ മിക്കവാറും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റിയാണ്. പാത്രം കാലിയാവുന്നത് അറിയത്തേയില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.